ഇപ്പോൾ സിനിമയിൽ ഇപ്പോൾ ഒരുപാട് ആട്ടി ഓടിച്ചിട്ടില്ല. ഇപ്പോൾ ബിഗ് ബോസിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഇപ്പോൾ ഇതിലിപ്പോൾ ചേച്ചി പറഞ്ഞല്ലോ കോമാളിയെങ്കിൽ കോമാളി. ഇപ്പം രേണുസുദിനെയൊക്കെ എടുത്ത ഈ ബിഗ് ബോസിൽ ഇതിനു മുമ്പ് രേണുസുദി കോമാളിത്തരം കാണിച്ചെന്ന് എത്ര ഞങ്ങളുടെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതല്ലേ. ഇപ്പോൾ അലൻ ജോസ് പെരേരയുടെ ഒക്കെ വീഡിയോ ചെയ്താണ് രേണുസുദി ഒന്നും കൂടി വൈറലായത് എനിക്ക് തോന്നുന്നു അലൻ ജോസ് പെരേര എടുത്ത് കറക്കിയപ്പോഴാണ് ഒന്നും കൂടി. അതായത് ഞങ്ങൾ മലപ്പുറത്ത് ഷൂട്ടിന് പോയപ്പോൾ രേണുസുദിനെ എടുത്ത് കറക്കിയായിരുന്നു. ആ വീഡിയോ കണ്ടായിരുന്നു. അപ്പം അതിൽ എനിക്ക് തോന്നുന്നു 5 മില്യനോ 4 മില്യനോ കണ്ട് ആ വീഡിയോ പോയായിരുന്നു. അപ്പം രേണുസുദി ഇതേപോലെ ഞങ്ങളെപ്പോലെ വീഡിയോ ചെയ്ത് നടന്ന വെച്ച ആളാണ്. ശരിയല്ലേ? പിന്നെ സുധിച്ചേട്ടൻ്റെ വൈഫ് എന്നുള്ളൊരു ഇതും കൂടെ ഉണ്ടല്ലോ ആൾക്ക്. എന്താ ഒരു ചിരി. അല്ല, ഞാൻ പറഞ്ഞതാണ്, ഞങ്ങൾക്കിപ്പോൾ അത് ലക്ഷ്യം ഇപ്പോൾ ബിഗ് ബോസ് ആണ്. അതിലും കൂടി കിട്ടിയില്ലെങ്കിൽ പിന്നെ ഈ പരിപാടി നിർത്തിയിട്ട് ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കാതെ തന്നെ പോകും മിക്കവാറും. മതിയായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കൊച്ചിക്കാരൻ എന്ന് എല്ലാവരും വിഷ്ണു കൊച്ചിക്കാരൻ എന്ന ഐഡന്റിറ്റി, അതായത് പൈനാപ്പിൾ തലേൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അതല്ലാതെ അത് പറഞ്ഞല്ലോ അതെങ്ങനെയാണ്, മുടി അങ്ങനെ കെട്ടിവെച്ചുകൊണ്ടാണല്ലേ. ഓക്കെ, അപ്പം വിഷ്ണു കൊച്ചിക്കാരൻ എന്നുള്ളൊരു ഐഡന്റിറ്റി കൊച്ചിക്കാരനായതുകൊണ്ട് മാത്രം അങ്ങനെ ചൂസ് ചെയ്തതാണോ? അല്ല, ഞാൻ ജനിച്ചത് കൊച്ചിയിലാണ്. അപ്പം ഞാൻ ജനിച്ച നാട്, എൻ്റെ നാടാണ് കൊച്ചി. നാടിൻ്റെ പേരിൽ അറിയപ്പെടുന്നത്. എനിക്ക് എൻ്റെ നാടിന് എനിക്ക് എന്ത് അഭിമാനത്തോടെ എനിക്ക് എവിടെ ചെന്നാലും കൊച്ചി, അതായത് ഞാൻ ജനിച്ച മണ്ണ് കൊച്ചിയല്ലേ. അപ്പോൾ എനിക്ക് എൻ്റെ നാടിനും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താ കുഴപ്പം? വിഷ്ണു കൊച്ചിക്കാരൻ എന്ന് പറഞ്ഞാൽ എനിക്കത് ഭയങ്കര ഒരു തലയെടുപ്പ് തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ കൊച്ചിക്കാരനാന്ന് പറഞ്ഞല്ലോ, വീട് കൊച്ചിയിൽ എവിടെയാണ്? അത് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ശത്രുക്കളുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിട്ടാണ്. നീ കൊച്ചിയിൽ എവിടെയാണെന്നൊക്കെ ചോദിച്ചാൽ എന്നെ വിളിക്കാറുണ്ട്. കൊച്ചിയിൽ ഞാൻ അത് കറക്റ്റായിട്ട് പറയുന്നില്ല, നമ്മുടെ സ്ഥലം കറക്റ്റ് പറയുന്നില്ല. ഓക്കെ, സ്ഥലം പറയണ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ അമ്മയും ഉണ്ട്. പിന്നെ അമ്മ ഉണ്ടെന്ന് വെച്ചാൽ അമ്മ ഇപ്പോൾ ഹോം നേഴ്സാണ്. അമ്മ ഇപ്പോൾ 2 മാസം 3 മാസം കൂടുമ്പോൾ വരുള്ളൂ. ഞാൻ ഒറ്റക്കാണ് വീട്ടിലിപ്പം. ഓക്കെ, അപ്പോൾ വീട്ടിൽ ഒറ്റയ്ക്കാണ്. അപ്പോൾ ഈ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഈ ട്രോൾസും ആൾക്കാരുടെ നെഗറ്റീവ് കമൻസും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്? മെൻ്റലി ബുദ്ധിമുട്ടുണ്ടാവില്ലേ ഇത് ഒരുപാട് കേൾക്കുമ്പോൾ? ഇതൊക്കെ കാണുമ്പോൾ ഒരു സുഖമാണല്ലേ. പിന്നെ നമ്മൾ ആ ഒരു ഇപ്പം എൻ്റെ ഒരു ഞാൻ ഇപ്പോൾ എന്ത് നല്ല വീഡിയോ ചെയ്താലും എന്ത് ചീത്ത വീഡിയോ ചെയ്താലും എന്താ പറയുക, ഭയങ്കര നെഗറ്റീവ് കമൻറ്റ്സ് വരാറുണ്ട്. ഞാൻ പിന്നെ അത് ആസ്വദിക്കാറുണ്ട്. കാരണം നമ്മൾ റിപ്ലൈ കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു 10,000 റിപ്ലൈ കൊടുക്കേണ്ടി വരും. മനസ്സിലായ? അപ്പോൾ അത് നമ്മൾ മൈൻഡ് ചെയ്യാണ്ടിരിക്കുക. ഈ കമൻ്റ് ഇടുന്നവർ നമ്മുടെ അടുത്ത് നേരിട്ട് വന്നിട്ട് നമ്മളൊന്നും ചെയ്യാൻ പോണില്ല. മനസ്സിലായ? കമൻറ്റ് ഇപ്പോൾ എന്നെ ഇടിക്കും വെട്ടും കുത്തും എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് കമൻറ്റ് ഇടുന്നുണ്ട്. നീ അവരായിട്ട് ഇവരായിട്ട് ഇവന്മാരൊക്കെ നേരിട്ട് പറ്റുന്നത് സംസാരിക്കുന്നില്ല. മനസ്സിലായ? നേരിട്ട് വരട്ടെ എന്നാണോ? നേരിട്ട് വന്നാൽ നമ്മൾ പ്രതികരിക്കൂല മുന്നുമോളെ. കാര്യം ഞാൻ കൊച്ചിക്കാരനാണ്. മനസ്സിലായ? അപ്പം ഞാൻ പ്രതികരിക്കും. അപ്പം അതുകൊണ്ട് ആ പേടിയൊന്നും എനിക്കില്ല. കമൻറ്റ് ഇടുന്നവർ ഇടട്ടെ, നമ്മുടെ മേത്തൊന്നും ആവണമെന്നില്ലല്ലോ. അത് ഞാൻ അത് മൈൻഡ് ചെയ്യാറില്ല. നേരിട്ട് വന്ന് സംസാരിക്കാൻ. ഇപ്പോൾ ഈ കമൻറ്റ് ഇടുന്നവന്മാർ എന്തുകൊണ്ട് നേരിട്ട് വരുന്നില്ല? ഞാൻ ഇന്ന കമൻറ്റ് ഇട്ടാണ് എന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് നേരിട്ട് വരുന്നില്ലല്ലോ. അപ്പോഴല്ലേ നമ്മുടെ ഇത് കാണിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഈ മൊബൈലിൽ കാണിക്കുന്ന കോമാളിത്തരം എന്ന് വെച്ചാൽ അത് നമ്മൾ ആൾക്കാരിലേക്ക് എത്തിച്ച് അവരുടെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കണേന്ന്. മനസ്സിലായി? അപ്പം നമുക്ക് ഇതിന് പേയ്മെൻ്റ് ഒന്നും കിട്ടണമെന്നില്ല. ഉള്ള കാര്യം തുറന്നു പറയല്ല. ഞാൻ ഒന്നും കൂടി ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലണം. ജനങ്ങൾക്ക് അറിയണം. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം എൻ്റെ ലക്ഷ്യം ബിഗ് ബോസ് ആണ്. അപ്പോൾ അത് ഈ നമ്മൾ ഓരോ വീഡിയോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങളിലേക്ക് അറിഞ്ഞറിഞ്ഞ് ചെല്ലും. അപ്പോൾ അതിന് കുറേ കമൻറ്റ്സ് വരാറുണ്ട്. ഈ കമൻറ്റ്സ് ഇടുന്നവരെ പ്രതികരിക്കാനാണെങ്കിൽ നമ്മൾ അതിനെ നേരം ഉണ്ടാവുള്ളൂ.